കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയുടെ തിരുവചനത്തിൽ നിന്നുള്ള തെളിവുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കുവാനിടയായി തീർന്നത്. ഒന്ന്, വേദപുസ്തകം എഴുതുമ്പോൾ എല്ലാ പുസ്തകങ്ങളിലും ദസ് സെയ്സ് ദ ലോർഡ്, യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞാണ് എഴുത്തുകാർ എഴുതുന്നത്. ദസ് സെയ്സ് ദ ലോർഡ്, അല്ലെങ്കിൽ അങ്ങനെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ആശയം രാജാക്കന്മാരുടെ സന്ദേശവാഹനായി ഒരാൾ നിൽക്കുന്നത് പോലെ മാത്രം സർവശക്തനായ ദൈവത്തിന്റെ ആലോചന സന്ദേശം ലോകത്തെ അറിയിപ്പാൻ എഴുത്തുകാരെ ദൈവം നിയോഗിച്ചു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. അതുകൊണ്ട് യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് മനുഷ്യൻ ആണ് എഴുതിയതെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന ആലോചന മനുഷ്യന്റേതല്ല, ദൈവത്തിന്റേതാണ്. രണ്ടാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞു. ഈ എഴുത്തുകാർ വിശേഷാൽ പുതിയ നിയമത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ നിർമ്മിത കഥകളെ അല്ലെങ്കിൽ കെട്ടുകഥകളെ നിങ്ങളുടെ മുന്നിൽ എഴുതുകയല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. സുവിശേഷത്തിലും മറ്റ് ലേഖനങ്ങളിലും വേദപുസ്തക എഴുത്തുകാർ എഴുതുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ കേട്ടുകേൾവി ഞങ്ങൾ എഴുതുകയല്ല, ഞങ്ങൾ കണ്ടത്, കേട്ടത്, രുചിച്ചത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് ഏത് സ്ഥലത്തായാലും ദൃക്സാക്ഷി വിവരണത്തിന് അതിന്റേതായ ആധികാരികത ഉള്ളതുകൊണ്ട് ഇത് കേട്ടുകേൾവിയല്ല, നേരിട്ട് കണ്ട് കേട്ട് രുചിച്ചറിഞ്ഞത് എഴുതുന്നതാകിയാൽ വേദപുസ്തകം വിശ്വസനീയമാണ്, അത് റിലയബിൾ ആണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നുണ്ട്. മാത്രമല്ല, യേശു തമ്പുരാനും മൂന്നാമത്തെ തെളിവ് ഞാൻ ഇനി പറയുന്നത് വേഗത്തിൽ ഒരല്പസമയം പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു തമ്പുരാനും അപ്പോസ്തലന്മാരും പഴയ നിയമ ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ കോട്ട് ചെയ്യുമ്പോൾ, അത് എടുത്തെഴുതുമ്പോൾ അതിനെ വിളിച്ചിരിക്കുന്ന പേര് എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. അപ്പൊ തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരുടെ എഴുത്താണ്? രാജാവിന്റെ എഴുത്താണ് തിരുവെഴുത്ത്. ഒരു ഉദാഹരണത്തിന് ഒരുപാട് റെഫറൻസ് ഉണ്ട്, എന്നാൽ ഒരു ഉദാഹരണത്തിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ സഹോദരന്മാർ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന സഹോദരന്മാർ സഹോദരിമാർ പെട്ടെന്ന് ഈ വാക്യങ്ങൾ വായിച്ചെന്നെ സഹായിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചാൽ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതെന്ന് നിവർത്തിയാകാൻ. ഇത് യെശയ്യാ പ്രവചനത്തിലാണ്, 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമഭാഗം കോട്ട് ചെയ്യുമ്പോൾ എഴുത്തുകാർ, തിരുവചനത്തിന്റെ എഴുത്തുകാർ, പുതിയ നിയമ എഴുത്തുകാർ പറയുന്നു അത് യഹോവയുടെ അരുളപ്പാടാണ്. ഒരുപാട് റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ മൊത്തം യേശു തമ്പുരാൻ പറയുമ്പോൾ മുഴുവൻ പറയുന്നത് പിശാച് തന്നെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി അടുത്തു വന്നപ്പോൾ ഓരോ പരീക്ഷണവും കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് പഴയ നിയമത്തിന്റെ ഒരു ഭാഗം കോട്ട് ചെയ്തിട്ട് പറയുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെയെങ്കിൽ യേശു തമ്പുരാനും അപ്പോസ്തലന്മാരും വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ അത് കോട്ട് ചെയ്യുമ്പോൾ ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതിനാൽ, അപ്പോസ്തലന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ അരുളപ്പാടാണ്. കർത്താവ് കള്ളം പറയാത്ത ഒരു വ്യക്തിയായതുകൊണ്ട്, പാപം ചെയ്യാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് പരിശുദ്ധനായ നമ്മുടെ കർത്താവ് പറയുന്നു ഇത് ദൈവത്താൽ അരുളപ്പാട് ലഭിച്ചതാണ്. നമുക്കറിയാം, ഇനി ക്രിസ്ത്യാനി അല്ലാതെ യേശു തമ്പുരാനെ ഒരു നല്ല പ്രവാചകനായി കാണുന്ന വ്യക്തിക്ക് പോലും യേശുവിന്റെ വാക്കിനെ തിരസ്കരിക്കാൻ കഴിയുകയില്ല, തിരസ്കരിക്കുകയുമില്ല. യേശു തമ്പുരാൻ പറയുന്ന വാക്കുകൾ കള്ളമാണെന്ന് ലോകത്തിലെ ഒരു ജാതിയിലും ബുദ്ധിയുള്ളവർ, ഭക്തരായ ആളുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഏതെങ്കിലും വ്യക്തികൾ എവിടെങ്കിലുമൊക്കെ എന്തൊക്കെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളല്ലാതെ ഭക്തരായ ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഭക്തരായ ആളുകൾ യേശുവിന്റെ വാക്കിന് ഉവ്വ് എന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ യേശു തമ്പുരാൻ കോട്ട് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും എടുത്തെടുത്ത് താൻ ഇത് തിരുവെഴുത്താണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് യേശു കള്ളം പറയുകയില്ല എന്നുള്ളത് തന്റെ ദൈവത്വത്തിൽ തെളിവായതുകൊണ്ട്, മാത്രമല്ല യേശു തമ്പുരാൻ പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒരു ദൈവമല്ല, ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപേ നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവമായതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന കർത്താവായതുകൊണ്ട് കർത്താവ് പറയുന്നു
പഴയ നിയമഭാഗങ്ങൾ തിരുവഴുത്താണെന്ന്, യഹോവയുടെ അരുളപ്പാടാണെന്ന്, കർത്താവിന്റെ ആലോചനയാണെന്ന് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ വേദപുസ്തകം വിശ്വസനീയമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് യേശു തമ്പുരാൻ നമ്മുടെ അടുക്കൽ വന്ന് ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവികമാണ്. ആരും അതിനെ സംശയിക്കുകയില്ല. കാരണം യേശു കർത്താവാണെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ കർത്താവ് തന്നെ പറയുന്നു തിരുവഴുത്താണ്, അതുകൊണ്ട് ഇത് ആധികാരികതയുള്ളതാണ്. ഇതിന് ഒരുപാട് റെഫറൻസസ് ഉണ്ട്. വായിക്കാൻ എന്റെ മുന്നിൽ സമയമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എഴുതിയെടുക്കുന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പോകട്ടെ. പറഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. മത്തായി സുവിശേഷം 19:5, അപ്പോസ്തല പ്രവൃത്തി 2:16 മുതൽ 17 വരെ, റോമാലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം, 3:2, 9:17, 1 കൊരിന്ത്യർ 9:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർ 1:1, 2, 6, 7. ഇതൊക്കെ വളരെ ചുരുക്കമായ റെഫറൻസസ് മാത്രമേ ഉള്ളൂ. റെഫറൻസസ് പറയാനാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത നിലയിൽ പഴയ നിയമഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ട് ഇത് തിരുവഴുത്താണെന്ന് പുതിയ നിയമം പറയുന്നു. മത്തായി 19:5, അപ്പോസ്തല പ്രവൃത്തി 2:16 മുതൽ 17 വരെ, 16-17 വാക്യങ്ങൾ, റോമാലേഖനം 1:2, 3:2, 9:17, 1 കൊരിന്ത്യർ 9:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർ 1:1, 2, എബ്രായർ 1:6, 7. ഇത് ഒരു ഉദാഹരണമായി മാത്രം പറയുന്നു. ഇതുപോലെ ധാരാളം റെഫറൻസസ്. മത്തായി സുവിശേഷം വായിച്ചാൽ ഇത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എബ്രായ ലേഖനം വായിച്ചാൽ പഴയ നിയമ കൊട്ടേഷൻസ് ആണ്, കോട്ട്സ് ആണ് ധാരാളം കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമായതുകൊണ്ട് വേദപുസ്തകം വിശ്വസനീയമാണ്, ആധികാരികതയുള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, അപ്പോസ്തലന്മാർ ദൈവവചനം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. വായിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 2 തിമോത്തിയോസ്, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ മതി. അപ്പോൾ എല്ലാ തിരുവഴുത്തും ഗോഡ് ബ്രത്ത്, ദൈവത്തിന്റെ ശ്വാസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആധികാരികത വെളിപ്പെടുത്താൻ, ആ ആധികാരികതയുടെ റിലയബിലിറ്റിയുടെ ഇന്റൻസിറ്റി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. എല്ലാ തിരുവഴുത്തും ഗോഡ് ബ്രത്ത്, അല്ലെങ്കിൽ അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ബ്രീത്ത് ഔട്ട് ഓഫ് ഗാഡ്, ദൈവത്തിൽ നിന്ന് ശ്വസിക്കപ്പെട്ടത്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത്, ദൈവത്തിൽ നിന്ന് വന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ബ്രീത്ത് ഔട്ട് ഓഫ് ഗാഡ്, ദൈവത്തിൽ നിന്ന് ശ്വസിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ലോകത്തിലെ സകല സൃഷ്ടികളെക്കാൾ മനുഷ്യർ വിലപ്പെട്ടവരാണ്, മനുഷ്യർ വിശേഷതയുള്ളവരാണ്. കാരണം എന്താ? ദൈവത്തിന്റെ ഓൺ ശ്വാസത്തിൽ നിന്നാണ് ആർക്ക് ജീവൻ നൽകപ്പെട്ടിരിക്കുന്നത്? മനുഷ്യന് ജീവൻ നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ചലിക്കുന്നത്, അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ മനസാക്ഷി കുത്തുന്നത്, അതുകൊണ്ടാണ് ദൈവസ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നത്, ദൈവിക ഗുണങ്ങളാൽ മനുഷ്യൻ നിറയപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് ഊതപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണെന്ന് പറഞ്ഞാൽ, അതിനെ ലിറ്ററലി എടുത്താൽ, അക്ഷരാർത്ഥത്തിൽ എടുത്താൽ ഒരു കാര്യമുണ്ട്, ദ വേർഡ് ഓഫ് ഗാഡ് ഹാസ് ലൈഫ്. വേദപുസ്തകത്തിന് ജീവനുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? വേദപുസ്തകത്തിന് ലൈഫുണ്ട്. ഈ തിരുവഴുത്തിലെ ഓരോ വാക്കുകളും നമ്മൾ വായിച്ചാൽ പ്രിന്റഡ് മാറ്റേഴ്സ് ആണെങ്കിലും ഇതിന് പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? ഒരു മനുഷ്യനെ, പാപമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത്. പാപത്തിൽ നിന്നാണല്ലോ ശാപമുണ്ടായത്. ആ ശാപം പാപവുമാണ് എന്ന് പറഞ്ഞാൽ പാപമാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യന്റെ എല്ലാ തിന്മകൾക്കും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതും പാപമാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് പോലും ഒരു മനുഷ്യനെ വിടുവിച്ചെടുക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഒരു പുസ്തകത്തിനും, ലോകത്തിലെ ഒരു ലേഖനത്തിനും, ഒരു ചരിത്രത്തിലെ ഒരു എഴുതപ്പെട്ട കാര്യങ്ങൾക്കും മനുഷ്യന്റെ
ഏറ്റവും അതിപ്രധാന അടിസ്ഥാന തന്റെ ശാപത്തിന് അടിസ്ഥാന കാരണമായ പാപത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വായിച്ച് അനേകർ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന ജീവനാണ്. ഇറ്റ്സ് ഗോഡ് ബ്രത്ത്, ദൈവശ്വാസീയമാണ്. നമുക്കറിയാം, ലോകത്തിലെ ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും ഒരു എൻസൈക്ലോപീഡിയ വായിച്ചും ഒരു ഗ്രീക്ക് ചിന്താഗതിയുടെ അല്ലെങ്കിൽ ഗ്രീക്ക് റിലീജിയസ് തോട്ട്സ് വായിച്ചും ഒരു മനുഷ്യനും ഒരു നരഭോജിയും ഇതുവരെ നരസ്നേഹിയായി മാറ്റപ്പെട്ടിട്ടില്ല. ഒരൊറ്റ ഗ്രീക്ക് തത്വചിന്തയും വായിച്ച് ഒരു മനുഷ്യനും അവന്റേതായ ചെയ്യുന്ന പോക്ക് തെറ്റാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, വിശുദ്ധ തിരുവചനത്തിന്റെ ശക്തി ഇറങ്ങിച്ചെന്നിട്ട് വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കണ്ടന്റിന്റെ ആ സന്ദേശത്തിന്റെ ശക്തി പരിവർത്തിച്ചിട്ട് അനേകം നരഭോജികൾ നരസ്നേഹികളായ ചരിത്രമാണ് ഇന്ന് ലോകത്തിലുള്ളത്. ഞാൻ പറയട്ടെ, മനുഷ്യനെ പുഴുങ്ങിത്തിന്നുന്ന മനുഷ്യനെ സ്നേഹിക്കത്തക്ക നിലയിൽ ഇത്തരം അന്തരം വരുത്തുവാൻ ശക്തിയുള്ളതാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദി വേർഡ് ഓഫ് ഗോഡ് ഹാസ് ലൈഫ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതിനെ നമുക്ക് വെറുതെ കൊണ്ടു നടക്കാൻ സാധിക്കും. ഇതിലെ എഴുത്തുകളെ വെറുതെ വായിച്ചു വിടാൻ സാധിക്കും. കാരണം എത്രയോ പേർ വേദപുസ്തകം വായിച്ചു വിടുന്നു, എത്രയോ പേർ വേദപുസ്തകം കൊണ്ടു നടക്കുന്നു. ചിലർ കൊണ്ടു നടക്കാതെ വിശുദ്ധ വേദപുസ്തകത്തെ പൂജിക്കുന്നു. നമുക്കറിയാം, ചില ഭവനങ്ങളിൽ ചെന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വിശുദ്ധ വേദപുസ്തകം വെച്ച് അതിന് മണ്ടയ്ക്ക് കുരിശോ കൊന്തയോ ഒക്കെ വെച്ച് അതിങ്ങനെ വളരെ പരിശുദ്ധമായി കണ്ട് പൂജിക്കുന്ന ഒരു അനുഭവം പോലെ ആ ടേബിൾ അത് തൊടാതെ അതിനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ഭക്തിയോടെ കാണുന്ന ഒരു അവസ്ഥ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, അങ്ങനെ വെക്കുന്നത് കൊണ്ടല്ല ഇതിന് ലൈഫുള്ളത്. ഇതിന് ലൈഫുള്ളത് ഇതിന്റെ കവറിനല്ല, പുറത്തുള്ള കവറിനല്ല, പുറത്തുനിന്ന് ഇതിനോട് കാണിക്കുന്ന ആദരവിനുമല്ല ലൈഫുള്ളത്. ഇതിന് ലൈഫുള്ളത് ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടെ ഇതിന്റെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ, വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വാചകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ഹൃദയത്തെ കീറിമുറിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനതിവിടെ വായിക്കുന്നു. ദൈവവചനത്തിന് ജീവനുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത്. ദൈവവചനം ജീവനും, ശ്രദ്ധിക്കണേ, ദൈവവചനം ലൈഫ്. ഈ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇറ്റ് ഹാസ് ലൈഫ്, ഇറ്റ് ഹാസ് സ്പിരിച്വൽ ലൈഫ്. ആത്മീക ജീവനുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇനി ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ശക്തിയേക്കാൾ, ജീവൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശക്തിയേക്കാൾ ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ വചനം. എന്തിന്? വചനത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ദൈവം തന്നെ പറയുന്നത്, ദൈവത്തിന്റെ വചനം അയച്ചാൽ ആ വചനം അതിന്റെ ഉദ്ദേശം നിവർത്തിക്കാതെ എന്ത് ചെയ്യില്ല, മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ വചനത്തിന് തന്നിലേക്ക് പകർന്നിരിക്കുന്ന കമ്മീഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിലേക്ക് ദൈവം അയക്കുന്ന തന്റെ വചനത്തിന് ആ ടാസ്ക് നിവർത്തിച്ച് മടങ്ങി വരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇതിന്റെ റിലയബിലിറ്റി മറ്റൊന്നുമല്ല, ഏറ്റവും അതിപ്രധാനമായി നിനക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാൻ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോഡ് ബ്രത്ത്. ഇത് ദൈവശ്വാസീയമാണ്, ദൈവത്തിന്റെ ശ്വാസമുള്ളതാണ്, ഇത് ജീവനുള്ളതാണ്, ഇത് നിന്നെ രൂപാന്തരപ്പെടുത്താൻ സർവശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. 2 Peter chapter 1 verse 21. എന്റെ 20-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരും
വചനം പഠിക്കാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ മനസ്സിലാക്കണം, തിരുവഴുത്തിലെ പ്രവചനമൊന്നും, എടുത്ത പ്രിയപ്പെട്ടവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്താലും കുഴപ്പമില്ല, തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. തിരുവചനം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, തിരുവചനത്തിലെ ഒരൊറ്റ വാചകവും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ തിരുവചനം. അതുകൊണ്ട് ഇതിന് ദൈവീയ ശക്തിയുണ്ട്, ഇതിന് ദൈവീയ ശക്തിയുണ്ട്. ഞാൻ പറയട്ടെ, തിരുവചനത്തിന്റെ ശക്തി പറഞ്ഞാൽ, തിരുവചനത്തിൽ നിന്ന് തന്നെ തെളിയിച്ചാൽ, പിശാച് മുന്നിൽ വന്നാൽ ഓടിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. പിശാച് മുന്നിൽ വന്നാൽ ഓടിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഇത് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഞങ്ങള് അടൂരിനടുത്ത് പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു മാതാവിനെ അറിയാം. വിശുദ്ധ തിരുവചനത്തിന്റെ ശക്തി ആ മാതാവിന് നന്നായി മനസ്സിലായി. എന്താ മനസ്സിലായെന്നറിയാമോ? വിശുദ്ധ തിരുവചനത്തിന് പിശാചിനെ ഓടിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ മാതാവ് രാത്രിയിൽ പുറത്തിറങ്ങണമെങ്കിൽ വേദപുസ്തകം ഒരു കയ്യിൽ വെച്ച് മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. വേദപുസ്തകം ഒരു കയ്യിലും ഇരുമ്പ് മറ്റൊരു കയ്യിലുമായി മാത്രമേ ഈ മാതാവ് പുറത്തിറങ്ങിയുള്ളൂ. അതിന്റെ കാരണം ഇതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മോനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ വെള്ളം ഇരിപ്പുണ്ടെങ്കിലും അവൻ കൊണ്ട് തരികയാണ്. എനിവേ, ഈ മാതാവ് വിശ്വസിക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവവചനത്തിന് ശക്തി ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് നടന്നു പോകുമ്പോ ഒരൊറ്റ പിശാചും അടുത്തു വരികയില്ല. ഇനി ബൈബിളിനോട് ആദ്യം ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്, ഇരുമ്പ് കൊണ്ടു നടക്കുന്നില്ല. അപ്പോ ആരോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് ഇരുമ്പ് കണ്ടാൽ പിശാചിന് പേടിയാണ്. അതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റ് ഇരുമ്പിലാണ്. പിശാച് അടുക്കരുത്, ഈ കത്തി പിശാച് കയ്യിലിരുന്നാൽ പിശാച് അടുത്ത് വരികയില്ല. ഇനി ഈ പിശാച് ഏതെങ്കിലും കാരണവശാൽ കത്തിയെ മറികടന്നാൽ ഇടത് കയ്യിൽ എന്തോ ഉണ്ട്? വിശുദ്ധ വേദപുസ്തകമുണ്ട്. അതുകൊണ്ട് ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടന്നാൽ പിശാച് ഓടിപ്പോകും എന്ന വിശ്വാസത്തിൽ വേദപുസ്തകം ഈ അമ്മച്ചിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ടെന്ന് മാത്രമല്ല, ഉറങ്ങുമ്പോഴും കൂടുണ്ട്. എവിടാണെന്നറിയാമോ? തലയുണയുടെ അടി. കാരണം രാത്രിയിൽ ദുർസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ, പേടിക്കാതിരിക്കാൻ. ഇന്ന് അമ്മച്ചിയുടെ അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ വീടുകളിൽ വേദപുസ്തകം വെച്ചിരിക്കുന്നത് പേടി കിട്ടാതെ വെച്ചിരിക്കുന്ന പോലെയല്ലേ? അത് വായിക്കാതെ വേദപുസ്തകം നമ്മുടെ വീട്ടിൽ വെച്ച് ഒന്ന് ഭക്തിയോടെ ആദരവോടെ അതിനെ കണ്ട് അതിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അനുഭവമല്ലേ? ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിന്റെ പുറംചട്ടയ്ക്കല്ല ശക്തിയുള്ളത്, ഇതിനകത്ത് വചനങ്ങൾക്കാണ് ശക്തിയുള്ളത്. അതുകൊണ്ട് പിശാച് ഓടണമെങ്കിൽ ഇതിലെ വചനം നീ പഠിച്ച് ആ വചനം വെച്ച് പിശാചിനോട് പോരാടിയെങ്കിൽ മാത്രമേ പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകുകയുള്ളൂ. യേശു തമ്പുരാന്റെ അടുക്കൽ പിശാച് വന്നപ്പോൾ, പരീക്ഷിക്കാനായി വന്നപ്പോൾ യേശു തമ്പുരാൻ ചെയ്ത അതാണ്. വേദപുസ്തകം അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് അന്ന് ഉണ്ടായിരുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റും പിടിച്ചുകൊണ്ട് പിശാചെ പോ എന്ന് പറയുകയല്ലായിരുന്നു. പിശാചിനോട് യേശു തമ്പുരാൻ ചെയ്തത് വേദപുസ്തകത്തിലെ ഓരോ വചനവും എടുത്ത് കോട്ട് ചെയ്തിട്ട് ഇന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നിട്ട് ലാസ്റ്റിൽ വചനം കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, വിട്ടുപോ പിശാചെ, സാത്താനെ വിട്ടുപോ. വചനത്തിന്റെ മുൻപാകെ പിശാചിന് നിൽക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലെ, നിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം നീ പൊടി പിടിച്ച് വീട്ടിൽ വെച്ച് നശിപ്പിച്ചു കളയാതെ അത് ധ്യാനിക്കാനായിട്ട് ഒരു സമയമെടുത്താൽ അത് നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ. മാത്രമല്ല, അഞ്ചാമത്തെ കാര്യം വേദപുസ്തകത്തിന്റെ ആധികാരികത തെളിയിക്കുന്ന അകത്തെ തെളിവുകളിൽ അഞ്ചാമത്തെ കാര്യം. ഇത്രയും പറഞ്ഞപ്പോൾ പഴയത് മറന്നുപോകല്ലേ. ഒന്ന്, വേദപുസ്തകത്തിന്റെ ആധികാരികതയ്ക്ക് വേദപുസ്തകത്തിലുള്ള തെളിവ് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. രണ്ട്, ദൃക്സാക്ഷികളാൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വേദപുസ്തകം വിശ്വസനീയമാണ്. മൂന്ന്, സകല മതസ്ഥരും വിശ്വസ്തൻ എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ തിരുവെഴുത്താണെന്ന്. നാല്, അപ്പോസ്തലന്മാർ വ്യക്തമായി പറയുന്നു ഇറ്റ്സ് ഗാഡ് ബ്രത്ത്, ദൈവശ്വാസീയമാണ് ദൈവവചനമെന്ന്. അടുത്ത കാര്യം കേട്ടോണേ, അഞ്ചാമത്തെ കാര്യം,
വേദപുസ്തകം പഠിപ്പിച്ചു വരുമ്പോൾ തിരുവചനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ കേഴ്സസ് ആൻഡ് ബ്ലെസ്സിങ്സ്, ശാപവും അനുഗ്രഹവും. കർത്താവ് തിരുവചനം എഴുതാനായിട്ട് ദൈവദാസന്മാരെ പ്രേരിപ്പിച്ചപ്പോ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ വചനം പ്രമാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ഈ വചനം പ്രമാണിക്കാത്തവർ ശപിക്കപ്പെടും. ഈ വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയണമെങ്കിൽ അതിന്റെ പിറകിലുള്ള ശക്തിയാണ് വെളിപ്പെടുത്തുന്നത്. സാധാരണ നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടിയാൽ, ഒരു ന്യൂസ് പേപ്പർ എന്റെ കയ്യിൽ കിട്ടിയാൽ, ന്യൂസ് പേപ്പറിൽ മനോരമ ഒരിക്കലും എഴുതാറില്ല ഈ മനോരമ വായിക്കാത്തവരെല്ലാവരും ശപിക്കപ്പെട്ടവർ. എഴുതുമോ? ഇല്ല. കാരണം ഇത് വായിക്കുന്നെങ്കിൽ വിവരം അറിയാവുന്നുള്ളതല്ലാതെ ഇതിന്റെ പിറകിൽ ആധികാരികതയില്ല, അതിന്റെ പിറകിൽ ശപിക്കത്തക്ക പവറില്ല, അതിന്റെ പിറകിൽ ഈ പുസ്തകം വായിച്ചാലും ഇല്ലേലും, ഈ പേപ്പർ വായിച്ച് അനുഗ്രഹിക്കപ്പെടത്തുമില്ല, പേപ്പർ വായിച്ചില്ലെങ്കിൽ ശപിക്കപ്പെടത്തുമില്ല. ഇതിന്റെ എഡിറ്റേഴ്സ് അത് ക്ലെയിം ചെയ്യുന്നതുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് അനുഗ്രഹിക്കാനോ ശപിക്കാനോ ഇതിന്റെ പിറകിൽ എഴുതിയിരിക്കുന്ന ആളിന് അധികാരമില്ലെന്ന്. എന്നാൽ വേദപുസ്തകം തികച്ചും വ്യത്യസ്തമാണ്. വേദപുസ്തകം എഴുതിയിരിക്കുമ്പോൾ അതിനകത്ത് ഇതിന്റെ ഗ്രന്ഥകർത്താവ് ആരാ? ഇതിന്റെ ഗ്രന്ഥകർത്താവ് പറഞ്ഞേ. ഗ്രന്ഥകർത്താവ് എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം തന്നെയാണ്. എന്നാൽ എഴുത്തുകാർ എന്ന പ്ലൂറൽ ഉപയോഗിക്കുമ്പോൾ ദൈവം ഉപയോഗിച്ച എഴുത്തുകാരുമാണ്. ഇതിന്റെ പിറകിലുള്ള ഗ്രന്ഥകർത്താവ് വ്യക്തമായി ദൈവമക്കളെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് വായിച്ച് പ്രമാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാം. ആ വാചകം ഒന്ന് ശ്രദ്ധിക്കണം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ എഴുതിയിരിക്കുന്ന ഈ വചനങ്ങൾ ദൈവത്താൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ഇതിനെ അഴിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന. മാത്രമല്ല, ആ വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ടച്ചിങ് ആണ്, വളരെ പവർഫുള്ളാണ്. അതിനകത്ത് ഇത് അഴിക്കുന്നവനെന്ന് മാത്രമല്ല, ഈ വചനത്തെ കോട്ടിമറിച്ച് ആരെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറായാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലാകുന്നുണ്ടോ? വളരെ ശ്രദ്ധയോടെ ചിന്തിക്കണം. വിശുദ്ധ തിരുവചനം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വ്യക്തവും ശക്തവുമായതുകൊണ്ട് വേദപുസ്തകത്തിലെ ഒരു ഭാഗവും മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ ദൈവം എഴുതിയിട്ടില്ല. മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ, വചനങ്ങളെ ആരെങ്കിലും കോട്ടിമറിച്ച് പഠിപ്പിക്കാൻ തയ്യാറായാൽ, അത് ഏത് കാരണത്താലായാലും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു പാസ്റ്ററാണ്, ഒരു പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ. ഇവിടുത്തെ IPC കുവൈറ്റിലെ പാസ്റ്ററാണ് ഞാൻ. അപ്പൊ ഞാനിവിടെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലൊരാഗ്രഹം, ഇവിടെ വരുന്നവരെല്ലാം IPC കുവൈറ്റിലെ അംഗങ്ങളാകണം, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ അംഗമാകണം. അപ്പൊ വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ എനിക്കതിൽ വാക്യം കണ്ടില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതിനെ കോട്ടിമറിച്ച് തിരിച്ചു മറിച്ച് പഠിപ്പിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ ആ വാസ്തവത്തെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവവചനം എന്നെ വിളിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനെന്ന്. ചെറിയവൻ എന്നവിടെ വാക്കുപയോഗിച്ചിരിക്കുന്നത് അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന അർത്ഥത്തിലല്ല. വേദപുസ്തകത്തിൽ പലയിടത്തും സ്വർഗരാജ്യത്തിൽ വലിയവൻ, സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്നിങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചെറിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന്. അതാണ് അതിന്റെ അർത്ഥം. ഒരു വചനത്തെ അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഒരു പാസ്റ്ററോ ഒരച്ഛനോ ഒരു പൂജാരിയോ ഒരു ക്രിസ്ത്യാനി ഒരു ലീഡറോ ആരായാലും വിശുദ്ധ തിരുവചനത്തിന്റെ
വാസ്തവങ്ങളെ, അതിന്റെ ആഴങ്ങളെ, അതിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെ ഏതെങ്കിലും നിലയിൽ കോട്ടിമറിച്ച്, ഒരുപക്ഷെ സഭാ താല്പര്യത്തിലാകാം, വ്യക്തിപരമായ താല്പര്യത്തിലാകാം, കോട്ടിമറിച്ച് ഒരു വ്യക്തി പഠിപ്പിക്കാൻ തയ്യാറായാൽ അവനോട് ദൈവം ചോദിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആധികാരികമായി പറയണമെങ്കിൽ അതിന്റെ പുറകിൽ അധികാരമുള്ളവനാണ്. കർത്താവായ യേശു തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ, ശ്രദ്ധിക്കണേ, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നല്ല അർത്ഥമൊന്നും. അവിടെ പറഞ്ഞിരിക്കുന്നൊന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചു. അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ, ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ ദൈവം അവന് വരുത്തും. ഏത് ബാധകളാ? ദൈവക്രോധത്തിന്റെ ബാധകൾ. അതാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവകോപത്തിന്റെ ബാധകൾ, മരണം, ക്ഷാമം, ഭൂകമ്പം, വ്യാധി, പരുക്കൾ, ഇങ്ങനെയുള്ള അനേക ബാധകൾ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. തിരുവചനം പറയുന്നത്, ആരെങ്കിലും യേശുതമ്പുരാൻ പഠിപ്പിച്ച വചനത്തോടെ ഒരു വാക്ക് കൂട്ടിയാൽ ഈ പറഞ്ഞിരിക്കുന്ന സകല ന്യായവിധിയുടെ ബാധകളും അവരുടെ മേൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം സ്വർഗരാജ്യത്തിൽ ഒരൊറ്റ കുഞ്ഞ് പ്രവേശിക്കത്തില്ല. കാരണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവന്റെ മേൽ ബാധ വരികയില്ല. അത് വേദപുസ്തകം വളരെ ക്ലിയറാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കാണാതറിയാവുന്ന വാക്യമാണ്. എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഒന്നുകൂടെ ചേർന്നെന്ന് പറയാമോ? വാക്യം നമുക്ക് വേണ്ടിയുള്ള വാക്യമാണ്. ചേർന്നെന്ന് പറഞ്ഞാട്ട്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം ബാധ വരിക എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ഇല്ലാത്തവർക്കാണ്. അതുകൊണ്ട് വചനത്തെ കൂട്ടി മറിച്ച് പഠിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അത് ദൈവത്തിന്റെ ബാധകൾ, ന്യായവിധിയുടെ ബാധകൾ അവരുടെ മേൽ വരും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം. ആരെങ്കിലും ഈ വചനത്തിൽ നിന്ന് എന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ, നമുക്കറിയാമല്ലോ എന്തെങ്കിലും ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാനസാന്തരം എന്ന വിഷയം വരുമ്പം ഉടനെ പറയും വേദപുസ്തകം അത് പറയുന്നു. സ്നാനം എന്ന വിഷയം പറയുമ്പോൾ പറയും ഉടനെ വേദപുസ്തകത്തിൽ നിന്ന് വിട്ടിട്ട് ചരിത്രമെടുക്കും. പരിശുദ്ധാത്മാവ് എന്ന വിഷയം വരുമ്പോൾ മറ്റൊന്ന് അടിസ്ഥാനമായിട്ടെടുക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകിൽ ആത്മീക ജീവിതത്തിന്റെ ഉപദേശങ്ങൾക്ക് മൊത്തവും വേദപുസ്തകത്തെ ആശ്രയിക്കുക. വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ വേദപുസ്തകം എന്ത് പറയുന്നോ അത് നമ്മൾ അനുസരിക്കണം. അതിനും പെന്തുക്കോസുകാരനായാലും ഏത് ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട വ്യക്തിയായാലും തിരുവചനം എന്ത് നമ്മളെ പഠിപ്പിക്കുന്നോ അത് നമ്മൾ അനുസരിക്കാൻ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകണം. ഒരു സഭ പഠിപ്പിക്കുന്ന പഠിപ്പീരിനേക്കാൾ ശക്തി ഉള്ളതാണ്, ആധികാരികത ഉള്ളതാണ് വിശുദ്ധ പരിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധ തിരുവചനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വേദപുസ്തകമാണ് നമ്മുടെ ആധികാരികത. ഇനി ഇതിന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഭാഗ്യവാൻ എന്ന ചിലരെ പറ്റി പറഞ്ഞിരിക്കുന്നു. വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ, വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നുകൊണ്ട് ഈ ദൈവവചനം പഠിപ്പിക്കുന്ന ഞാൻ ഭാഗ്യവാനാ. അടുത്ത പറഞ്ഞിരിക്കുന്ന എന്താ? കേൾക്കുന്നവൻ ഭാഗ്യവാനാ. അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാത്രി വന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുന്ന നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ്. എന്നാ അവിടം കൊണ്ട് തീർന്നില്ല. അടുത്തത്, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ.
അപ്പൊ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പൂർണ്ണമായി ഭാഗ്യവാന്മാരായി തീരണമെങ്കിൽ എന്ത് വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, പറയാൻ മാത്രമല്ല, കേൾക്കാൻ മാത്രമല്ല, അത് പ്രമാണിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണെന്ന്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെയാണെന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവവൈതലേ, ഈ വേദപുസ്തകം ഒരു പ്രാവശ്യം എങ്കിലും ധ്യാനിക്കാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. എന്നാൽ എല്ലാ ദിവസവും ധ്യാനിക്കാൻ നിനക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. ഈ വചനം പ്രമാണിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വചനത്തെ പ്രമാണിക്കുന്നവരെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. കേൾക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും, പറയുന്ന ഞാൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയുന്നെങ്കിലും, പ്രമാണിക്കുന്നവർ മാത്രമേ എന്താകുന്നുള്ളൂ? വാസ്തവത്തിൽ ഭാഗ്യവാനായി മാറ്റപ്പെടുന്നുള്ളൂ. ഞാൻ ഒരു ക്ലാസ്സിൽ ഇവിടെ ഉദ്ധരിച്ച വാക്യം ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കാം. ഒരുവൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ ഒന്നുറക്കെ പറഞ്ഞേ. അറിയാവുന്ന വാക്യമാണല്ലോ, ചേർന്ന് പറഞ്ഞേട്ടെ. ഒരുവൻ അവനെ സ്നേഹിക്കുന്നെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ഇറ്റ്സ് ഈസി ടു സേ ഐ ലവ് ജീസസ്. വളരെ എളുപ്പമാണ് നമുക്ക് പറയാൻ നമ്മൾ ആരെ സ്നേഹിക്കുന്നെന്ന്, യേശുവിനെ സ്നേഹിക്കുന്നെന്ന്. എന്നാൽ വിശുദ്ധ തിരുവചനം പറയുന്നത്, യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ യേശു തമ്പുരാൻ പഠിപ്പിച്ച കൽപ്പനകളെയും പ്രമാണിപ്പാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ആ യേശു തമ്പുരാൻ വിശുദ്ധ തിരുവചനം തിരുവെഴുത്തിനെ പറ്റി അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവിടെ കൂടിയിരുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞു, നീ കുടിച്ച മുലയും നിന്നെ ചുമന്ന ഉദരവും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ അമ്മ ഭാഗ്യവതി എന്ന് പറഞ്ഞു. വാസ്തവല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചപ്പോ പറഞ്ഞു, യേശുവിന്റെ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പൊതുവെ എന്തോ പെന്തിക്കോസ്തുകാർ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണോ അതോ നിങ്ങൾ കേട്ടതിന്റെ കുറവാണോ എന്നറിയത്തില്ല. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മറിയ എന്ന് പറയുന്ന സ്ത്രീയെ ബഹുമാനിക്കാത്ത കൂട്ടരാണ് പെന്തിക്കോസ്തുകാർ. അത് വെറും തെറ്റിദ്ധാരണ. ഞാൻ പേഴ്സണലായിട്ട് പറയാം, ഈ ചർച്ചിന്റെ പാസ്റ്ററാണല്ലോ ഞാൻ പറയാം, ലോകത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനയോഗ്യമായ ഒരു സ്ത്രീ യേശുവിന്റെ അമ്മ മറിയയാണ്. കാരണം മറ്റൊന്നുമല്ല, എന്റെ രക്ഷകനെ ചുമക്കാൻ, എന്റെ രക്ഷകന്റെ ജഡപ്രകാരമുള്ള അമ്മ എന്ന് വിളിക്കപ്പെടുവാൻ ലോകത്തിൽ മറ്റൊരു സ്ത്രീക്കും ഭാഗ്യം ലഭിച്ചില്ല. അത് മറിയയ്ക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ വ്യത്യാസം വേറെയാണ്. ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു തമ്പുരാൻ മാത്രം എന്നും പറഞ്ഞിരിക്കെ മറിയെ ആരാധിക്കാനോ മറിയോട് പ്രാർത്ഥിക്കാനോ പെന്തിക്കോസ്ത് സമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിയ ലോകത്തിൽ കൃപ ലഭിച്ചവരിൽ ഏറ്റവും വലിയ കൃപ ലഭിച്ചത് മറിയയ്ക്കാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. ഇവിടെ ഇരിക്കുന്ന ആരിലും ആ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് മാറ്റിക്കോണേ. ബഹുമാനിക്കാത്തവരല്ല, അവൾ ലഭിച്ച കൃപയെ തള്ളിക്കളയുന്നവളല്ല, ആ നിലയിൽ കളിയാക്കുന്ന ഒരു സ്വഭാവമല്ല. അങ്ങനെ ആരെങ്കിലും കളിയാക്കുന്നെങ്കിൽ, ആരെങ്കിലും തിരിച്ചു പറയുന്നെങ്കിൽ തികച്ചും അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്, അജ്ഞത കൊണ്ട് മാത്രമാണ്. എന്നാൽ ഒരു കാര്യം, ലോകത്തിൽ ആരെല്ലാം പറഞ്ഞാലും ഈ പ്രമാണം വിട്ടൊരു കാര്യം ചെയ്യുവാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലോ മധ്യസ്ഥന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്നതിലോ പെന്തിക്കോസ്ത് സമൂഹം മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ പരസ്പരം പ്രാർത്ഥിക്കും. സത്യം പറഞ്ഞാൽ വിഷയം വിട്ടാണെങ്കിലും ആ ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കാം.
ചിലർ ചോദിച്ചിട്ടുണ്ട്, മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥന നിങ്ങൾക്കില്ല എങ്കിൽ എന്തിനാ പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നേ? എന്തിനാ സഹോദര എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത്? മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ? അതിന് വേദപുസ്തകത്തിൽ വ്യക്തമായ തെളിവുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ എല്ലാവരെയും ഒരുപോലെ വിളിച്ചിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, രാജകീയ പുരോഹിത വർഗം. രാജകീയ പുരോഹിത വർഗം. പുരോഹിതന്റെ ജോലി മനുഷ്യനു വേണ്ടി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? മധ്യസ്ഥത അണയ്ക്കുക. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും പൗരോഹിത്യ ശുശ്രൂഷ ദൈവമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം രാജകീയ പുരോഹിത വർഗമായി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല പ്രിയപ്പെട്ടവരുമായിരിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുന്നവർ പരസ്പരം പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എനിവേ, അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. യേശുവിന്റെ അമ്മ മറിയ ഭാഗ്യവതിയാണെന്ന് അവിടെ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാചകമുണ്ട്, അല്ല, എന്റെ അമ്മയല്ല ഭാഗ്യവതി, ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു പറയുക, എന്റെ അമ്മ ഭാഗ്യവതിയായി തീരണമെങ്കിലും മറിയ ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ മാത്രമേ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, എന്റെ പ്രിയ സഹോദരിമാരെ, ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിന്നെ ഭാഗ്യവാനെന്നെണ്ണണമെങ്കിൽ, ബ്ലസ്സഡ് എന്ന് നിന്നെ വിളിക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിന്നെ ദൈവം ഭാഗ്യവാനായി കണക്കാക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് ആധികാരികതയുടെ തിരുവചനത്തിൽ നിന്നുള്ള തെളിവുകളിൽ ലാസ്റ്റ് ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ തിരുവചനം ആധികാരികത ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ ഇന്ന് നടക്കുന്ന സംഭവങ്ങളുടെ പ്രവചനം എന്ന പോലെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ലോക സംഭവങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവൻ അതുപോലെ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ നിറവേറ്റപ്പെടുന്നത് കൊണ്ട് ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്ന് ഒരു സംശയവും കൂടാതെ വിളിച്ചു പറയാം. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? വർഷങ്ങൾക്ക് മുൻപേ, എന്തിന്, പഴയ നിയമത്തിൽ യേശു തമ്പുരാൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകനിലൂടെ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അന്നത്തെ ആളുകൾ വിചാരിച്ചു, ഈ പ്രവാചകൻ എന്തോ വട്ടാ വിളിച്ചു പറയുന്നത്, എന്ത് വട്ടാ വിളിച്ചു പറയുന്നത്, എന്തിന്? ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതായി ഈ പ്രവചനം. പിതാവായ ദൈവം സാത്താനെ അല്ലെങ്കിൽ പാമ്പിനെ ശപിക്കുമ്പോ ഇപ്രകാരമാ പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യുന്ന നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി വേദപുസ്തകത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ലാത്ത, ചരിത്രത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രയോഗമാണ് ദ സീഡ് ഓഫ് വുമൺ, സ്ത്രീയുടെ സന്തതി. പുരുഷ ബന്ധം കൂടാതെ ഭൂമിയിൽ ജനിക്കേണ്ടുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് സ്ത്രീയുടെ സന്തതി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്. ഞാൻ ഓർപ്പിക്കട്ടെ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 4000 വർഷങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ തിരുവചനത്തിൽ അന്ന് ദൈവം തമ്പുരാൻ അരുളി ചെയ്ത ആ വാചകമായിരുന്നു യേശു തമ്പുരാന്റെ കന്യകാ ജന്മത്തിലൂടെ നിറവേറ്റപ്പെട്ടത്. യെശയ്യാ പ്രവചനത്തിൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തിന്? യേശു ജനിക്കുന്ന സ്ഥലം, യേശു ജനിക്കുന്ന രീതി, യേശു ജനിക്കുന്ന സമയം, യേശു ജനിക്കുന്ന യേശു തമ്പുരാന്റെ ക്രൂശീകരണം, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചനാത്മാവിൽ പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യം ചരിത്രത്തിൽ അത് നിറവേറിക്കഴിഞ്ഞു. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം അത് നിങ്ങൾക്കറിയാം. എന്നാൽ ആനുകാലിക സംഭവങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഇന്ന് ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ യേശു തമ്പുരാനും തന്റെ അപ്പോസ്തലന്മാരും എന്തെല്ലാം സംഭവങ്ങൾ
ഭൂമിയിൽ നടക്കുമെന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞ പ്രവചനങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുന്നെങ്കിൽ അത് പ്രവചന ദൈവത്തിന്റെ ആത്മാവിലാണല്ലാതെ ഒരാൾക്കത് വിളിച്ചു പറയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 10-12 വാക്യങ്ങളിലൂടെ പെട്ടെന്ന് വായിക്കാം. 2 Peter chapter 3 verses 5 to 7. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ, ഏത് വചനത്താൽ? ഒരിക്കൽ ദൈവം അരുളി ചെയ്തു, ഭൂമിയിൽ മുഴുവൻ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്റെ കൂടെ വരണേ. ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ നോഹ ആ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചു, ജനത്തോട് പ്രസംഗിച്ചു, ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. വേദപുസ്തകം പറഞ്ഞാൽ അന്ന് വരെ മഴ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം മഞ്ഞായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നത്? മഴ പെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് എങ്ങനെ? ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം, ഒരിക്കലും ബുദ്ധിപരമായിട്ട് നോക്കിയപ്പോ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നടക്കാൻ പോകുന്നെന്ന് നോഹ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പോൾ അന്നത്തെ ജനം എന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചില്ല. അനന്തരഫലം ഞാനിങ്ങനെ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഈ മഴ പെയ്യാൻ പോകുന്നെന്ന് നോഹ ഇത്രയും കടന്ന് അലറി വിളിച്ച് പറഞ്ഞപ്പോ വിശ്വസിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഈ കാർമേഘങ്ങളൊന്ന് കൂടിയപ്പോ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈ കാർമേഘങ്ങളൊന്ന് ഉരുണ്ടുകൂടിയപ്പോഴെങ്കിലും വിശ്വസിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ ജനം പെട്ടകത്തിനകത്ത് പ്രവേശിച്ചേനെ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന സഹോദര, പ്രിയ സഹോദരി, വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ദൈവദാസന്മാർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നിന്റെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമായിരിക്കാം. ദൈവദാസന്മാർ നീ രക്ഷിക്കപ്പെടണമെന്ന് പറയാൻ കാരണങ്ങളായി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നിന്റെ ലോജിക്കിന് നിരക്കാത്ത കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ജലപ്രളയത്തിന് മുൻപ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ കർത്താവിന്റെ വരവിന്റെ അടയാളമായി കർത്താവ് പറഞ്ഞ സകല കാര്യങ്ങളുടെയും കാർമേഘങ്ങൾ ഇന്ന് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും ദൈവത്തിന്റെ വചനം പ്രമാണിപ്പാൻ നിന്നെ തന്നെ സമർപ്പിച്ചാൽ ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ച് രക്ഷപ്പെടുവാൻ നമുക്കിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അന്ന് ജലപ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ ജനം വിശ്വസിക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞ അതേ കാര്യം അതുപോലെ നിറവേറിയതുപോലെ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ വചനത്താൽ. അടുത്തത് ആ ആ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ ആ ശ്രദ്ധിക്കണം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴികയും. ഇതെന്നാ പറയുന്നേ? അറിവിത്മി നിങ്ങൾ എന്റെ കൂടെയാണോ? 2001 വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട കാര്യം നോക്കിയാൽ 2000 വർഷങ്ങൾക്ക് മുൻപേ ആരാ എഴുതിയത്? ഒരു മുക്കുവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്തവൻ, ഗുരുകുലം കണ്ടിട്ടില്ലാത്തവൻ, റബിയുടെ പാദപീഠത്തിലിരിക്കാത്തവൻ ഇവിടെ വിളിച്ചു പറയുക, മൂലപദാർത്ഥങ്ങൾ കത്തിയഴികയും. എന്തിന്? പ്രിയ സഹോദരന്മാരെ, അന്ന് പറഞ്ഞ കാര്യം ഇന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു പക്ഷേ അന്നത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ട് കണ്ടേക്കാം. എന്നാൽ ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. അതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ധാരാളം നിവർത്തികൾ വേദപുസ്തകത്തിൽ കർത്താവിന്റെ വരവിന്റെ അടയാളമായി ഒരുപാട്. കർത്താവിന്റെ വരവിനെ പറ്റിയല്ലോ ഞാൻ പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ വരവിന്റെ അടയാളമായി ഭൂകമ്പങ്ങളെ പറ്റി പറഞ്ഞു, യുദ്ധങ്ങളെ പറ്റി പറഞ്ഞു, ജാതി ജാതിയോട് എതിർക്കുന്നതിനെ പറ്റി പറഞ്ഞു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ അന്ന് പറഞ്ഞ
വിശുദ്ധ തിരുവചനത്തിന്റെ നിവർത്തി ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ വർദ്ധിച്ചു വരികയല്ലേ? ഭൂകമ്പമെന്ന് വാക്കില്ലാത്ത പേപ്പറുണ്ടോ? യുദ്ധമെന്ന് വാക്കില്ലാത്ത പേപ്പറുണ്ടോ? ബോംബ് പൊട്ടാത്ത ദിവസമുണ്ടോ? എന്തിന്? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കുക, ഒരു 15 വർഷം മുന്നേ, ഒത്തിരി പോകേണ്ട, ഒരു 10 വർഷം മുന്നേ നിങ്ങൾ ഇത്രയും കേട്ടിരുന്നോ? റീസെന്റ് ടൈമിൽ യുദ്ധങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒരിടത്ത് സമാധാനമുണ്ടാക്കുമ്പോൾ അടുത്തടുത്ത് യുദ്ധമുണ്ടാകുന്നു. പ്രതീക്ഷയോടെ ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവിടെ ബോംബ് പൊട്ടുന്നു. എന്തിന്? ജാതി ജാതിയോട് പോരാടുന്നു എല്ലാ സ്ഥലങ്ങളിലും. അന്ന് പറഞ്ഞ ആ പ്രവചനങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെടുന്ന കാണുമ്പോൾ ഒരു മനുഷ്യനും ഈ വിശുദ്ധ വേദപുസ്തകത്തെ സംശയിക്കാൻ പറ്റുകയില്ല. കാരണം വേദപുസ്തകം ദൈവാത്മാവിനാൽ വരാൻ പോകുന്ന കാലങ്ങളെ കണ്ടുകൊണ്ട് എഴുതപ്പെട്ടതല്ലായിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുമെന്ന് വേദപുസ്തകം മുൻപിൽ പറയുകയില്ലായിരുന്നു. ഇന്നത്തെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വെച്ച് നോക്കിയാൽ വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് AD 95 ആ കാലഘട്ടത്തിലാണ്. അന്ന് വിശുദ്ധ യോഹന്നാന് ദൈവം ദർശനം കൊടുത്തു. എല്ലാവരും എന്റെ കൂടെ ഒരു നിമിഷം വരണേ. ദർശനം കൊടുത്തു. ലോകത്തിൽ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ വരവിനെ പറ്റി ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഈ വിഷയങ്ങൾ പറഞ്ഞതാ. ലോകത്തിൽ മഹാ ഉപദ്രവം എന്ന് പറയുന്ന ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് ഉണ്ടാകാൻ പോകുന്നു. ചുരുക്കി അങ്ങ് പറയട്ടെ, അന്ന് ഇവിടെ എതിർ ക്രിസ്തു ഭരണമേൽക്കാൻ പോകുന്നു. ആ എതിർ ക്രിസ്തു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ മുദ്ര പതിപ്പിക്കാൻ പോകുന്നു. ആ മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് വിൽക്കാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ എന്നും വേദപുസ്തകം അന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോയത് നമ്മുടെ ഈ റബ്ബർ സ്റ്റാമ്പ് ഉണ്ടല്ലോ, സീല്. അന്ന് ഓരോരുത്തരെ ഇങ്ങോട്ട് വിളിച്ച് ഈ റബ്ബർ സീൽ വെച്ച് നെറ്റിക്കൊരടി 666, കൈക്കൊരടി 666. അപ്പൊ എല്ലായിടവും ചെല്ലുമ്പോ ഈ സീല് കാണിച്ചിട്ട് വേണം എന്താ ചെയ്യാൻ, വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാനെന്ന. കാരണം അന്ന് ബുദ്ധി ഇത്രയും വളർന്നിട്ടില്ല, അന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാമോ, പേപ്പറുകൾ വായിച്ചാൽ, ന്യൂസുകൾ നിങ്ങൾ കേട്ടാൽ, ഡെവലപ്മെന്റ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശരീരത്തിൽ ഇറക്കി വയ്ക്കാവുന്ന അരമുറി, ഒരു അരിമണിയോളം വലിപ്പമുള്ള കമ്പ്യൂട്ടർ ചിപ്പ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു പേപ്പർ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പേ ഞാൻ ഈ പേപ്പർ എടുത്തപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇതെന്താ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്ത് പതിവില്ലാതെ കൊണ്ടുവന്നതെന്ന്. ഇതിനകത്ത് വിട്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും വായിച്ചു കാണും. ഒരു നല്ല ആർട്ടിക്കിൾ, മണ്ടന്മാരില്ലാത്ത 2021, മണ്ടന്മാരില്ലാത്ത 2021 എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ബ്രെയിന് ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 20,000 മില്യൺ ആണെന്ന് തോന്നുന്നു. 20,000 മില്യൺ ആണെന്ന് തോന്നുന്നു എന്റെ കണക്ക്. മില്യൺ ക്രിയകൾ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു സെക്കൻഡ് കൊണ്ട് ചിന്തിച്ചു നോക്കാം. നമ്മുടെ തലയിരിക്കുന്ന ബ്രെയിന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? തലയിൽ എന്തോ ചിലർ പറയുന്ന കളിമണ്ണാണ് നിന്റെ തലയിലെന്ന്, എന്തോ ഒരു ചെറിയ ഇതിനകത്ത് ഈ ഇരിക്കുന്ന ബ്രെയിന് ഒരു സെക്കൻഡ് കൊണ്ട് 20,000 ക്രിയകൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പിന് 2021 ആകുമ്പോഴത്തേക്കും 50,000 ക്രിയകളൂടെ കൂടുതൽ ചെയ്യാവും. അത് പിടിപ്പിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ കമ്പ്യൂട്ടർ ചിപ്പ് മനുഷ്യന്റെ ശരീരത്തിൽ പിടിപ്പിച്ചാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താ വർക്ക് ചെയ്തോളും? ഈ ചിപ്പിലൂടെ എല്ലാം ചെയ്തോളും. ചിപ്പ് ശരീരത്തെ മൊത്തം നിയന്ത്രിച്ചോളും, ബ്രെയിനിനെ നിയന്ത്രിച്ചോളും. അങ്ങനെ വരുമ്പോൾ ഒറ്റ മണ്ടന്മാര് കാണത്തില്ല. കാരണം ഇന്ന് ബുദ്ധി ജീവിപ്പിക്കാൻ, ബുദ്ധി ഉണ്ടാക്കാൻ നമ്മുടെ ചില കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിക്കത്തില്ല. അവനിപ്പോ എന്ത് ചെയ്യുന്ന, ട്യൂഷന് വിട്ടാ പഠിക്കത്തില്ല, സ്കൂളിൽ വിട്ടാ പഠിക്കത്തില്ല, അടിച്ചാ പഠിക്കത്തില്ല. എന്നാ അന്ന് അങ്ങനത്തെ പരിപാടിയില്ല. 2021 ആകുമ്പോ കാശുള്ളവനല്ല എന്തോ വാങ്ങിച്ചു വെക്കാം, ഈ ചിപ്പ് വാങ്ങിച്ചു വെച്ചാൽ മതി. പിന്നെ മണ്ടന്മാര് കാണൂ. ഇത് രസകരമായിട്ട് തോന്നല്ലേ? ഇത് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾ ആട്ടോ. അവർ രസമായിട്ടൊരു നോവലായിട്ട് എഴുതിയതുമല്ല.
അതില് ആർ പി ലാലാജി എഴുതിയിരിക്കുന്ന, എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ശ്രദ്ധിക്കണേ, ലാസ്റ്റ് പാരഗ്രാഫ് ഞാനങ്ങ് വായിക്കാം. ശരീരത്തിനുള്ളിൽ ഇലക്ട്രോണിക് ചിപ്പുകൾ നിക്ഷേപിക്കുന്ന സമ്പ്രദായം 2000 മുതലേ നിലവിലുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം പട്ടികളിലും പൂച്ചകളിലും ഒക്കെ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞു. പട്ടികളിലും പൂച്ചകളിലും ഈ കമ്പ്യൂട്ടർ ചിപ്പ് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് ഞാൻ വായിച്ചത് 30,000 ആണെന്ന് തോന്നുന്നു, 30,000 സംതിങ് പൂച്ചകളെ ഒരു ചിപ്പ്, അവരുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചിപ്പിൽ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യാവുന്നു. ശരീരത്തിൽ വെച്ചിരിക്കുന്ന ചിപ്പ് കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യാം. ഈ പൂച്ച എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന്, ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിവേ, ശരീരത്തിനുള്ളിൽ ഇലക്ട്രോണിക് ചിപ്പുകൾ നിക്ഷേപിക്കുന്ന സമ്പ്രദായം 2000 മുതലേ നിലവിലുണ്ട്. ഒരു അരിമണിയുടെ മാത്രം വലിപ്പമുള്ള ചിപ്പിൽ നിങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സാധാരണ പാസ്പോർട്ടിൽ കാണുന്നത് പോലെ ഇലക്ട്രോണിക് രീതിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് തരംഗരൂപേണ ശരീരത്തിന് വെളിയിലുള്ള സെൻസറിലെത്തും. അങ്ങനെ നിങ്ങൾ ആരാണെന്നുള്ള വിവരം അറിയേണ്ടിടത്ത് കൃത്യമായി അറിയാൻ കഴിയും. അതിൽ നിങ്ങളുടെ പാസ്പോർട്ടോ മറ്റ് രേഖകളോ ഒന്നും കൊണ്ടു നടക്കുകയോ കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതാകുന്നു. നിങ്ങൾ പ്രവേശനാനുമതി ഉള്ളിടത്ത് സധൈര്യം കടന്നിയല്ല, കതകുകൾ താനെ തുറക്കപ്പെടും. വിമാനത്തിലോ എയർപോർട്ടിലോ ഒന്നും വിസയും പാസ്പോർട്ടും കാണിക്കേണ്ട ആവശ്യമില്ല. ആൾമാറാട്ടവും വ്യാജരേഖയും ചമച്ച് പ്രവേശനം നേടുന്നതും എല്ലാം ഒഴിവാകും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അന്ന് 95 AD, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് കേൾക്കാത്ത അവസരത്തിൽ, ഇങ്ങനൊരു ചിപ്പുണ്ടെന്ന് അറിയാത്ത അവസരത്തിൽ, എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ പിടിപ്പിക്കപ്പെടത്തക്ക ക്രമീകരണം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാൻ എന്ന തന്റെ ദാസനിലൂടെ വിളിച്ചു പറഞ്ഞു, മനുഷ്യന്റെ ശരീരത്തിൽ എതിർ ക്രിസ്തു തന്റെ മുദ്ര പതിപ്പിക്കും. അത് കൂടാതെ വിൽക്കാനോ വാങ്ങാനോ സാധിക്കുകയില്ല. പ്രിയ സഹോദര, ഇന്ന് ഈ നടക്കുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വിശുദ്ധ തിരുവചനം അന്ന് പറഞ്ഞ കാര്യങ്ങളുടെ നിവർത്തിയാണെന്ന് ദൈവമക്കൾ ഈ രാത്രി മനസ്സിലാക്കട്ടെ. ടെക്നോളജിക്കലി, സയന്റിഫിക്കലി ഇന്ന് നടക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സും എന്തിന്, മനുഷ്യപ്രാണനും മനുഷ്യദേഹവും, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചന്തയിൽ വിൽക്കപ്പെടുന്ന കാലം വരുമെന്ന് അന്ന് എഴുതി വെച്ചു. അന്ന് ഇങ്ങനൊരു പരിപാടി ഇല്ലായിരുന്നു. എന്നാൽ ഇന്നിത് പറയുമ്പോൾ ക്ലോണിംഗ് വരെ നടക്കുന്ന ഈ ഡെവലപ്ഡ് വേൾഡിൽ വിശുദ്ധ തിരുവചനം അന്ന് പറഞ്ഞ കാര്യം തള്ളിക്കളയുവാൻ ആർക്കും കഴിയുകയില്ല. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ വേദപുസ്തകത്തിൽ അന്ന് പറഞ്ഞു, മഹോപദ്രവകാലത്ത് 2 പ്രവാചകന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും അവർ ഛേദിക്കപ്പെടുമെന്നും അവരെ ലോകത്തിലുള്ള ജനം മുഴുവൻ കാണുമെന്നും പറഞ്ഞു. അന്നുണ്ടായിരുന്ന ആളുകൾ വിചാരിച്ചു, ഒരാളെ കാണണമെങ്കിൽ നടന്ന് ദൂരങ്ങൾ സഞ്ചരിച്ചു പോയി കാണേണ്ട ആ സാഹചര്യത്തിൽ അന്നുള്ള ആളുകൾ വിചാരിച്ചു ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന്. എന്നാൽ ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. ഇന്തോനേഷ്യയിൽ ബോംബ് സ്ഫോടനമുണ്ടായാൽ അതിൽ മരിക്കുന്ന 187 പേരുടെ ശരീരവും കുവൈറ്റിലിരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. അമേരിക്കയുടെ ഒരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ചെന്ന് ദൃക്സാക്ഷിയായി കാണുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അന്ന് എന്തെങ്കിലും നടക്കുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് കോണിൽ എന്ത് നടന്നാലും ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിന്ന് കാണാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്താ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആശയമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വാക്യങ്ങളും അക്ഷരം വിടാതെ നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് ഇത് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വേദപുസ്തകം പൂർണ്ണമല്ലെന്നും വേദപുസ്തകം വിശ്വസിക്കേണ്ടെന്നും വേദപുസ്തകത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. വിശുദ്ധ തിരുവചനത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് പഠിക്കാം. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ വേദപുസ്തകം അതുപോലെ വിശ്വസിക്കാൻ
സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ആ വിശ്വാസത്തിൽ നിന്ന് ഒരണു ഇട പോലും നീ വ്യതിചലിക്കേണ്ട കാര്യമില്ല. വേദപുസ്തകം നീ പൂർണ്ണമായി തന്നെ വിശ്വസിക്കുക. അല്ല, വേദപുസ്തകം ഇതുവരെ വായിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, വേദപുസ്തക വായനയ്ക്ക് നീ പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഇതിലെ വചനങ്ങൾ അനുസരിക്കണമെന്ന് നിന്റെ മനസ്സിലൂടെ ചിന്ത പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൈവവചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു പോകുക. ആധികാരികതയുള്ള, വിശ്വസിക്കാവുന്ന ഈ വിശുദ്ധ തിരുവചനം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിപ്പാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തോടെ ഈ രാത്രി നമുക്ക് പോകാം. നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ലെറ്റ് എവരിവൺ, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം കണ്ണുകളടച്ചാൽ ഒരു പ്രാർത്ഥനയോട് ഇങ്ങനെ പോകാം. വേദപുസ്തകം വിശുദ്ധ തിരുവെഴുത്താണെന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്നും വേദപുസ്തകം തന്നെ വ്യക്തമാക്കുന്നു. യേശു തമ്പുരാൻ അത് വ്യക്തമാക്കുന്നു. അപ്പോസ്തലന്മാർ അത് വ്യക്തമാക്കുന്നു. പ്രവാചകന്മാർ അത് വ്യക്തമാക്കുന്നു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും അത് വ്യക്തമാക്കുന്നു. ഇന്ന് രാത്രി പ്രിയ സഹോദര, ദൈവവചനം കേട്ടിട്ട് നല്ലതോ പന്നലോ എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? വിശുദ്ധ തിരുവചനത്തിന്റെ കൽപ്പനകളെ, വിശുദ്ധ തിരുവചനത്തിന്റെ പ്രമാണങ്ങളെ അതുപോലെ അനുസരിപ്പാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? ഒരു നിമിഷം ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാട്ട്, പ്രിയ പിതാവേ, ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ട്, പിതാവേ, അങ്ങയുടെ കയ്യിൽ നിന്ന് വന്ന, അങ്ങയുടെ വായിൽ നിന്ന് വന്ന വിശുദ്ധ തിരുവചനം ദൈവത്തിന്റെ അധികാരമുള്ളതാണെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അതിനെ അനുസരിപ്പാൻ, അതിന്റെ വാക്കുകളെ അനുസരിപ്പാൻ, വചനങ്ങളെ അനുസരിപ്പാൻ അടിയന് കൃപ തരണമേ എന്ന ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ഡാനിയൽ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കും. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് വരുവാനും നിത്യജീവന്റെ മൊഴികൾ കേൾപ്പാനും ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയാൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി ഇറക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന അങ്ങയുടെ വചനം പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാനും ആമേൻ ആയതിന്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാനും ആമേൻ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. തിരുവെഴുത്തിന്റെ ആധികാരികത ആമേൻ വചനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി സഹായിച്ചല്ലോ. പരിശുദ്ധ കർത്താവെ, ആമേൻ ഞങ്ങൾ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടല്ല, അത് പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരാക്കി തീർക്കണമേ. ഈ വചനത്തോടെ കൂട്ടുവാൻ ഞങ്ങളെ അങ്ങ് അനുവദിച്ചിട്ടില്ല, കുറയ്ക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുവദിച്ചിട്ടില്ല. ഉള്ളതുപോലെ പ്രമാണിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങ് ഞങ്ങളോട് കാര്യം തീർക്കുന്ന നാളിൽ ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ സഹായിക്കുമാറാകണമേ. ഇന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്ന പിതാവേ, അങ്ങയുടെ കൃപ അങ്ങയുടെ ജനത്തിന്റെ മേൽ പകരുമാറാകണമേ. ശാരീരികമായി ജനത്തിന് അനുഗ്രഹം കൽപ്പിക്കണമേ, മാനസികമായി അങ്ങയുടെ ജനത്തിന് അനുഗ്രഹം കൽപ്പിക്കണമേ, ആത്മീകമായി അങ്ങയുടെ ജനത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണമേ. ദൈവത്തിന് സ്തോത്രം. തിരുമുൻപിൽ അടിയങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ ആമേൻ വചനത്തിന്റെ നിർമ്മലത മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവനെ എന്നുള്ള വിളിയോടുകൂടെ വചനങ്ങളെ അതേപടി അനുസരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് വചനം സംസാരിച്ച അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ശക്തിയായിട്ട് ഉപയോഗിക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ വിലപ്പെട്ട ദാസന് കർത്താവ് കരങ്ങളിലെടുത്തതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും പ്രാർത്ഥിച്ച വിഷയങ്ങളോട്, വചന പഠനത്തിന് വന്ന പ്രിയപ്പെട്ടവരോട്, വചനം പഠിപ്പിച്ച കർത്തൃദാസനോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. വരുന്ന